പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഒരിക്കൽ കൂടെ തിരുവചനം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുത്തെ മുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ശാലോമിന്റെ ഈ ധ്യാനത്തിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഇന്ന് ഞങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായി ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയെ രുചിച്ചറിയുവാൻ, അങ്ങയെ അനുഭവിക്കുവാൻ, taste and see how good the Lord is. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവനെന്ന് പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവേ? ദൈവത്തിന്റെ ചൈതന്യമേ ഞങ്ങൾ എല്ലാവരിലും വന്ന് നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ, ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. സ്വർഗത്തിന്റെ അഗ്നിയെ, സ്വർഗത്തിന്റെ തങ്കപ്രാവേ പറന്നിറങ്ങണമേ. ഓരോ മകനിലും മകളിലും ഓരോ കുടുംബത്തിലും ഇപ്പോൾ ശാലോം ടിവിയിലൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവാനുഭവം നൽകണം, ദൈവസ്നേഹം വാരിക്കോരി നൽകണമേ. ഞങ്ങളെ നവ്യരായി മാറ്റണമേ. യേശുവിൻ ചൈതന്യമേ, യേശുവിൻ ചൈതന്യമേ എല്ലാവരും ചേർന്ന് പാടുന്നു. ഓ പരിശുദ്ധാത്മാവേ വന്നു നിറഞ്ഞിടണേ, ദിവ്യമാം ദാനങ്ങളാൽ, ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. റൂഹായാം ചൈതന്യമേ, റൂഹായാം ചൈതന്യമേ, oh mighty Holy Spirit, we welcome you. Fill this place with your anointing and your glory. Touch everyone with your power. Glory, glory. Anoint everyone with your fire. Your fire, your fire, your fire. അവിടുത്തെ അഗ്നി, സ്നേഹത്തിൻ ചൈതന്യമേ, എല്ലാ ഭവനത്തിലും സ്നേഹം നിറയട്ടെ. അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിക്കട്ടെ. സ്നേഹമില്ലാത്ത ഭവനത്തിൽ സ്നേഹം നിറയട്ടെ. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ സ്നേഹത്തിലാകട്ടെ. ദമ്പതികൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, ഓ ഗ്ലോറി. ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന ആ വലിയ സ്നേഹം ഞങ്ങൾ തരിക. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ ചിന്തിക്കുന്നത്. സഭയിൽ സംഭവിച്ച ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വചനപ്രഘോഷണം ആരംഭിക്കുകയാണ്. വിശുദ്ധ അത്തനേഷ്യസ് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം ഈജിപ്തിലെ മരുഭൂമിയിൽ താമസിച്ചിരുന്ന വിശുദ്ധ അന്തോനീസിനെ കുറിച്ച്, നമ്മൾ സാധാരണ കാണുന്ന നൊവേന ചൊല്ലുന്ന അന്തോനീസ് അല്ല, ഈജിപ്തിലെ മരുഭൂമിയിൽ വസിച്ചിരുന്ന വിശുദ്ധ അന്തോനീസിന്റെ ജീവിതത്തിലെ കുറിച്ച് ഒരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ മാനസിക നില പൂർണ്ണമായിട്ടും തെറ്റിപ്പോയ ഒരു ചെറുപ്പക്കാരനെ ഈജിപ്തിലെ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ആൾക്കാർ കൊണ്ടുവന്നു. സമനില തെറ്റിയെന്ന് പറഞ്ഞാൽ പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ട് മലമൂത്ര വിസർജനം ഭക്ഷണമാക്കി ഉള്ളിലേക്ക് കഴിച്ചുകൊണ്ടിരുന്ന, പാനം ചെയ്തുകൊണ്ടിരുന്ന, അത്രമാത്രം തകർക്കപ്പെട്ട
ഒരു മനുഷ്യനെ ഈജിപ്തിലെ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ബന്ധുക്കൾ പിടിച്ചുകൊണ്ടുവന്നു. യാതൊരു ബോധവുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ തകർന്നു പോയ ചെറുപ്പക്കാരന്റെ ശിരസിലേക്ക് കരം വെച്ച് വിശുദ്ധ അന്തോനീസ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആദ്യം സാത്താൻ കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല. എന്നാൽ 3 മണിക്കൂർ നീണ്ട പ്രാർത്ഥനയ്ക്കൊടുവിൽ സാത്താൻ പരിപൂർണമായിട്ടും ഈ ചെറുപ്പക്കാരനെ വിട്ടുപോവുകയും അവൻ സുബോധം വീണ്ടെടുത്തുകൊണ്ട് ദൈവത്തിന്റെ പൊന്നുമകനായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് തുള്ളിച്ചാടി നടന്നു പോകുന്ന കാഴ്ച വിശുദ്ധ അത്തനേഷ്യസ് വിവരിക്കുന്നുണ്ട്. ഞാൻ ഈ സംഭവം നിങ്ങളോട് പറഞ്ഞത്, എന്താണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടില്ല എങ്കിൽ എന്നൊന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു 3.5 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിന് ശേഷം 33.5 വർഷക്കാലത്തെ ഭൂമിയിലെ താമസത്തിന് ശേഷം ഞാൻ എൻ്റെ പിതാവിന്റെ പക്കലേക്ക് പോകുന്നു എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അപ്പനും അമ്മയും പെട്ടെന്ന് മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അനാഥത്വം ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ടു. തങ്ങളെല്ലാം വിട്ടു വന്നവരാണ്, തങ്ങൾക്കിനി ആരുമില്ല എന്നൊരു തോന്നല് പെട്ടെന്ന് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല, ഞാനൊരു സഹായകനെ അയക്കും. ആ സഹായകൻ വന്നു കഴിയുമ്പോൾ ഹി വിൽ ബി എക്സാക്ട്ലി ലൈക്ക് മീ. എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സഹായകൻ, നിങ്ങളുടെ കൂടെ നടക്കുന്നവനല്ല, നിങ്ങളുടെ ഉള്ളിലായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു സഹായകനെ, പരിശുദ്ധ ത്രിത്വത്തിലെ 3ാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് ദാനമായിട്ട് തരും. ഹല്ലേലൂയ. യേശു പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. Tarry in the city of Jerusalem till you receive the power from above. ഉന്നതത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. Wait before the heavenly Father till you receive the anointing and the power and the glory of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ വിട്ടു പോകരുത്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ വായിക്കുമ്പോൾ എന്നെ ഇത് ഒത്തിരി അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ പക്കൽ വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ മേൽ ഊതി, റിസീവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. വീണ്ടും യേശു പറഞ്ഞു, ഇനിയും വലിയൊരു ശക്തി നിങ്ങൾക്ക് കിട്ടാനുണ്ട്. നിങ്ങൾ ഉന്നതത്തിന്റെ ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ താമസിക്കണം. അപ്പോസ്തല പ്രവർത്തനം 2 തീജ്വാലകൾ പോലെ കൊടുങ്കാറ്റ് പോലെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 4 താമസിച്ചിരുന്ന സ്ഥലം കുലുക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ഞാൻ ഇന്ന് ചുറ്റിലും നോക്കുമ്പോൾ ആരെയും വിധിക്കുകയല്ല, കാണുന്ന ഏറ്റവും വേദനാജനകമായ കാര്യം പരിശുദ്ധാത്മാവില്ലാതെ തന്നെ നമ്മൾ ജീവിക്കാൻ പഠിച്ചു എന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതെ തന്നെ, ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ള അനുഭവം ഇല്ലാതെ തന്നെ നമ്മൾ ജീവിക്കാൻ പഠിച്ചു. അത് ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രമാത്രം പാപം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു മാങ്ങ മാവിൽ നിന്ന് ഞെട്ടറ്റു വീണാൽ അതൊരിക്കലും മുകളിലേക്ക് പോകത്തില്ല, അത് താഴേക്ക് തന്നെ വീഴും. എന്ത് മുകളിലേക്ക് എറിഞ്ഞാലും അത് താഴേക്ക് വീഴും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഭൂമി അതിനെ ആകർഷിക്കുന്നു. ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് വിശുദ്ധിയിലേക്ക് വീഴാത്തത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിന് മറ്റൊരു കാരണവുമില്ല, അവന്റെ ജഡത്തിൽ തന്നെ പാപമുള്ളത് കൊണ്ട്. മാങ്ങയും തേങ്ങയും ഒക്കെ ഭൂമിയിലേക്ക് താഴേക്ക് വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ വീഴുന്നത് എപ്പോഴും പാപത്തിലേക്കാണ്. അവന്റെ അന്തരംഗം പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യന്റെ പ്രകൃതം പാപപ്രകൃതിയാണ്, അതുകൊണ്ട് അവൻ പാപത്തിലേക്ക് തന്നെ വീഴുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം കാണുന്നു. ഒരു കാക്ക പറന്നു പോകുന്നു, ഒരു പ്രാവ് പറന്നു പോകുന്നു, ഒരു പരുന്ത് പറന്നു പോകുന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഭൂമി അതിനെ എത്രമാത്രം ശക്തിയിൽ താഴേക്ക് പിടിച്ചു വലിച്ചാലും ഭൂമിയുടെ പുള്ളിംഗ് പവറിനെ, ആകർഷണ ശക്തിയെ, ആ വലിയുടെ ശക്തിയെ അതിജീവിക്കുന്ന ഒന്ന് കാക്കയുടെ അകത്തുണ്ട്, പ്രാവിന്റെ അകത്തുണ്ട്, പരുന്തിന്റെ അകത്തുണ്ട്. അതിന്റെ പേരാണ് ജീവൻ, ലൈഫ്. ജീവൻ ഉള്ളതിനാൽ ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് പ്രാവ് പറക്കുന്നു, കാക്ക പറക്കുന്നു, ഉയർന്ന് ഉയർന്ന് പോകുന്നു. പാപം എത്രമാത്രം ശക്തിയോടെ നമ്മളെ വലിച്ചാലും നമുക്കതിനെ തോൽപ്പിച്ചുകൊണ്ട് പറന്നു പോകാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ജീവൻ വേണം. ജോൺ 10:10, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ്, എ ലൈഫ് മോർ അബൻഡന്റ്ലി. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ദുബായ്ക്ക് പറക്കുന്ന ഒരു വിമാനം
350 യാത്രക്കാരെയും കൊണ്ട് പറന്നു പോകുമ്പോൾ ഭൂമി അതിന്റെ സകല ശക്തിയോടും കൂടി വിമാനത്തെ താഴേക്ക് വലിക്കുന്നുണ്ട്. അതിന്റെ മുഴുവൻ ശക്തിയോടും കൂടി ആകർഷിക്കുന്നു, വലിക്കുന്നു. പക്ഷെ വിമാനം താഴേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല, ഉയർന്നുയർന്ന് 35,000 അടി ഉയരത്തിൽ പറന്ന് അത് ദുബായിലെ ലക്ഷ്യസ്ഥാനത്തിൽ, ദുബായിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കൊണ്ടുപോയി 350 യാത്രക്കാരെയും സുരക്ഷിതമായിട്ട് എത്തിക്കുന്നു. ഭൂമി വലിച്ചാലും അത് താഴെ വീടുന്നില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അതിൻ്റെ അകത്തൊരു തീ കത്തുന്നുണ്ട്, അതിൻ്റെ അകത്തൊരു അഗ്നി കത്തുന്നുണ്ട്. ആ അഗ്നിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശക്തിയാൽ അതിന് ഭൂമിയുടെ താഴേക്കുള്ള പുള്ളിങ്ങിനെ, വലിവിനെ അതിജീവിക്കാൻ സാധിക്കുന്നു. സ്നാപക യോഹന്നാൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ജോർദാൻ നദിയുടെ തണുത്തുറഞ്ഞ ഈ വെള്ളത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് സ്നാനം തരുന്നു. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ തണുത്ത വെള്ളത്തിൽ സ്നാനം തരുന്നവനല്ല. He will baptize you with the Holy Spirit and fire. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. He will baptize you with the fire from heaven. സ്വർഗത്തിന്റെ അഗ്നി കൊണ്ട് അവൻ നിങ്ങളെ സ്നാനപ്പെടുത്തും. അതൊരു തണുത്ത സ്നാനമല്ല, സ്വർഗത്തിന്റെ സ്നാനമാണ്. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവർത്തനം 2 നമ്മൾ കാണുന്നു, പിളർന്ന തീനാവിന്റെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. പിളർന്ന തീനാവ് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ പിളർന്ന നാവ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പിളർന്ന നാവുള്ള ഒരേ ഒരു ജീവി ലോകത്തുണ്ട്, അത് മറ്റാരുമല്ല, അത് പാമ്പാണ്. പാമ്പിന്റെ നാവ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാം. പിളർന്ന നാവാണ്, സ്പ്ലിറ്റ് ടങ്ങാണ്. നമ്മുടേതുപോലത്തെ ഒരു നാവല്ല, പിളർന്നിരിക്കുന്ന നാവാണ്. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നത് സ്പ്ലിറ്റ് ടങ്സ് ഓഫ് ഫയർ, പിളർന്നിരിക്കുന്ന തീനാവിന്റെ രൂപത്തിൽ മനുഷ്യന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, അനേക വർഷങ്ങൾക്ക് മുമ്പ് പിളർന്നിരിക്കുന്ന വിഷമുള്ള നാവ് നീട്ടി മനുഷ്യവർഗത്തെ പാപത്തിന്റെ വിഷക്കാറ്റയച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ സാത്താന്റെ മേൽ വിജയമെടുക്കാൻ സ്വർഗത്തിന്റെ അഗ്നിനാളം കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് പിളർന്ന തീനാവ് പോലെ കടന്നു വന്ന് പാപത്തിന്റെ വിഷത്തെ മനുഷ്യരിൽ നിന്നും അകറ്റിക്കളയുന്ന സ്വർഗത്തിന്റെ അഗ്നിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു, മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നി, ശാലോം ടെലിവിഷനിലെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അഗ്നി, നിന്റെ ഫയർ, നിന്റെ വാഗ്ദാനം എന്റെ മേൽ നീ അയക്കണമേ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് 1800കളിൽ ഹൈബ്രിഡ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ദിവസം രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം ഉണ്ടായി. പോലീസ് ഓഫീസർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പോലീസ് സ്റ്റേഷന്റെ ചുറ്റിലും 100 കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു. മുന്നിൽ നിന്ന ആള് ഇപ്രകാരം പറഞ്ഞു, സാർ, ഞാനാണ് കഴിഞ്ഞ ദിവസം ആ മുതലാളിയുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചത്. നിങ്ങൾ കള്ളനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയല്ലേ, എന്നെ അറസ്റ്റ് ചെയ്യണം സാർ, പ്ലീസ്, ഞാനാണ് ആ കള്ളൻ. അടുത്ത് നിൽക്കുന്ന ആള് പറഞ്ഞു, സാർ, എൻ്റെ ഭാര്യയുടെ കൈ ഞാൻ തല്ലി ഓടിച്ചു, എന്നെ അറസ്റ്റ് ചെയ്യണം സാർ. അടുത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞു പറഞ്ഞു, ടീച്ചറിന്റെ ഷർട്ടിൽ നിന്നും ഞാൻ 200 രൂപ പോക്കറ്റ് അടിച്ചു സാർ, എന്നെ അറസ്റ്റ് ചെയ്യണം. എല്ലാവരും അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുകയാണ്. ഈ പോലീസ് ഓഫീസർ അത്ഭുതപ്പെട്ട് സ്റ്റേഷനിലുണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് ഒരു ചോദ്യം ചോദിച്ചു, വാട്ട് ഇസ് ദിസ്? എന്താടാ ഇത്? ആളുകളെല്ലാം കൂടെ തടിച്ചുകൂടി ഞങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു, തങ്ങൾ പാപികളാന്ന് പറയുന്നു, എന്താടാ കാരണം? എന്താടാ ഇത്? നമ്മൾ ഇവരെ എല്ലാം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയല്ലായിരുന്നോ? എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ എവിടെ കൊണ്ടുപോയിടും? എന്താടാ ഈ സംഭവിക്കുന്നത്? പെട്ടെന്ന് ആ കോൺസ്റ്റബിൾ പറഞ്ഞു, സാർ, താങ്കൾ അറിഞ്ഞില്ലേ? ഓഫീസർ ചോദിച്ചു, എന്താണ്? ഹൈബ്രിഡ് ഐലൻഡിൽ അടുത്ത ആഴ്ച വലിയൊരു സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുകയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയൊരു ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. അതിൽ പ്രസംഗിക്കുവാൻ കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസനായ ഡങ്കൽ ക്യാമ്പബൽ എന്ന എളിയ ദൈവദാസൻ കടന്നു വന്ന് ഒരു കൊച്ചു വാടക മുറിയിൽ ഇരുന്നു കൊണ്ട് ഒരാഴ്ചയായിട്ട് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ നിന്നും ഉയർന്നു വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പാപബോധവും പശ്ചാത്താപവും നൽകിക്കൊണ്ട് ഹൈബ്രിഡ് ഐലൻഡിലെ ജനങ്ങളെ മുഴുവൻ തങ്ങൾ പാപികളാണെന്ന് ഏറ്റുപറയത്തക്ക തരത്തിൽ ദൈവത്തിന്റെ മകനും മകളുമാക്കി മാറ്റുവാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളിലും പരിവർത്തിക്കുന്നതാണ് സാർ. യേശു ക്രിസ്തു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് ലോകത്തിന് പാപബോധം നൽകും, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുമെന്ന് യേശു പറഞ്ഞില്ലേ? അതാണ് സാർ നമ്മളിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പോലീസ് ഓഫീസർ കോൺസ്റ്റബിളിനോട് പറഞ്ഞു, നിങ്ങൾ പോയി ഡങ്കൻ ക്യാമ്പബൽ എന്ന ദൈവദാസനെ വിളിച്ചു കൊണ്ടുവരുവിൻ. പെട്ടെന്ന് പോലീസ് ഓഫീസർ ജീപ്പ് എടുത്തു പോയി ഈ ദൈവവചനം പറയുന്ന ദൈവദാസനെ കൊണ്ടുവന്നു. ഒരു മേശ എടുത്ത് പുറത്തിട്ടു. കൂടിയിരുന്ന ആളുകളുടെ മുൻപിൽ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റി അദ്ദേഹം അഭിഷേകത്തോടെ പ്രസംഗിച്ചു. എല്ലാവരും മുട്ടുമടക്കി യേശു ക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ചു. പൊട്ടിക്കരച്ചിലുകൾ മുഴങ്ങിക്കേട്ടു. പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നു. ആ ദേശം ദൈവത്താൽ സ്പർശിക്കപ്പെടുകയായിരുന്നു. ചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു, ഹൈബ്രിഡ് ഐലൻഡിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദർശിച്ചു. The Holy Spirit of God
visited the nation of Hybrid Island. ആ കൊച്ചു ദ്വീപിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദർശിച്ചു. പോലീസ് ഓഫീസർ അത് കഴിഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ കുറ്റവാളികളില്ല, പാപം ഏറ്റുപറഞ്ഞ മനുഷ്യരാണ് നിങ്ങൾ എല്ലാവരും പൊയ്ക്കൊള്ളുക, നിങ്ങളുടെ കേസുകൾ ഞാൻ എടുക്കുന്നില്ല. ഞാനിത് പറയാൻ കാരണം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവവചനത്തിലെ മാറ്റമില്ലാത്തൊരു വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ഞാന് ഈശോയെ അറിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും പഴയ മനുഷ്യൻ പൊങ്ങി വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ബൈബിള് ആർത്തിയോടെ വായിച്ച സമയത്ത് റോമാലേഖനം 7-ാം അധ്യായത്തിൽ എൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നു. അവിടെ 16, 17, 18, 19 വാക്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഞാനൊരു കാര്യം കണ്ടു. അപ്പോസ്തലനായ പൗലോസ്ലീഹ തൻ്റെ വേദന അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. താൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ മിന്നലൊളിയേറ്റ് കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ് കർത്താവായ യേശുക്രിസ്തുവിനെ മുഖാമുഖം കണ്ട് അനനിയാസിന്റെ കൈവപ്പിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഈ പൗലോസ് എന്ന സാവൂൾ, വിശുദ്ധ പൗലോസ് അവിടെ ഇപ്രകാരം കുറിച്ചു വച്ചിരിക്കുന്നു: ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിച്ചു പോകുന്നു. ഞാൻ നന്മ ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ തിന്മ പ്രവർത്തിച്ചു പോകുന്നു. What a wretched man I am. ഞാൻ ദുർഭകനായ മനുഷ്യൻ, എന്നെ ആര് ഇതിന്റെ അകത്തുനിന്ന് മോചിപ്പിക്കും? പ്രിയപ്പെട്ടവരെ, ബൈബിൾ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് എന്റെ വേദനയാണ്, ഇത് നിങ്ങളുടെ വേദനയല്ലേ? കർത്താവിനെ അറിഞ്ഞിട്ടും വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കാത്തതിന്റെ നൊമ്പരമല്ലേ ഇത്? ഇത് എന്റെയും നിങ്ങളുടെയും വേദനയല്ലേ? പൗലോസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ദുർഭകനായ മനുഷ്യരാണ്. എന്നിട്ട് ഒരു നിലവിളി ഉയരുകയാണ്, എന്നെ ആര് രക്ഷിക്കും? തൊട്ടടുത്ത വചനം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. വഴി അവന് മനസ്സിലായി, യേശുവിന്റെ ആത്മാവ്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദ മൈറ്റി തേർഡ് പേഴ്സൺ ഓഫ് ട്രിനിറ്റി. പരിശുദ്ധാത്മാവാണ് അതിന്റെ ഉത്തരം. സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് പഠിപ്പിക്കലുകളല്ല, ഡോക്ട്രിൻ അല്ല, ഉപദേശങ്ങളല്ല. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മത്സ്യബന്ധനം നടത്തിയിരുന്ന, സ്കൂളിൽ പോകാതിരുന്ന, വിവരമില്ലാതിരുന്ന, മത്സ്യത്തിന്റെ ദുർഗന്ധമുണ്ടായിരുന്ന പത്രോസിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്ന് ആയിരങ്ങളോട് ധൈര്യത്തോടെ കർത്താവിനെ പ്രസംഗിക്കുകയാണ്. ഭീരുവായവൻ ധീരനായി മാറുന്നു, ഒന്നിനും കൊള്ളാത്തവൻ പാറയായി മാറുന്നു, ശിമയോൻ കേപ്പയായി മാറുന്നു. എന്റെ വചനപ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ഉള്ളിൽ കൊതിക്കണം, ദൈവമേ ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ പൗലോസിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് 5-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നു, be filled with the Holy Spirit. Do not be drunk with wine, but be filled with the Holy Spirit. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, മദ്യപിച്ച് ഉന്മത്തരാകരുത്, പകരം പരിശുദ്ധാത്മാവിനാൽ നിറയുവിൻ. പൗലോസ്ലീഹ ഇവിടെ പറയുന്നത് മദ്യത്തെ പറ്റിയല്ല. പൗലോസ്ലീഹ ഇവിടെ പറയുന്നത് മറ്റൊരു കാര്യമാണ്, കൺട്രോളിനെ പറ്റിയാണ്. കൺട്രോൾ. നിങ്ങൾ നന്നായിട്ട് മദ്യപിച്ച ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അവരുടെ കണ്ണ് ചുവന്നിരിക്കും, മുഖത്തൊരു മാറ്റമുണ്ടാകും, സംസാരത്തിൽ ഒരു കുഴപ്പുണ്ടാകും, നടക്കുമ്പോൾ കാലുകൾ തെന്നിമാറും. അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു, അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവരുടെ നിയന്ത്രണം ഇപ്പോൾ മദ്യത്തിന്റെ അരൂപി ഏറ്റെടുത്തിരിക്കുകയാണ്, മദ്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ആൽക്കഹോളിക് സ്പിരിറ്റിന്റെ കൺട്രോളിലാണ് അവർ. ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് പൗലോസ് പറയുന്നു, മദ്യപിച്ച വ്യക്തി മദ്യത്തിന്റെ കൺട്രോളിൽ സംസാരിക്കുന്നത് പോലെ, മദ്യത്തിന്റെ കൺട്രോളിൽ നടക്കുന്നത് പോലെ, മദ്യത്തിന്റെ കൺട്രോളിൽ നോക്കുന്നത് പോലെ. ഐ എം ടോക്കിംഗ് അബൌട്ട് അനദർ സ്പിരിറ്റ്, നോട്ട് ദി ആൽക്കഹോളിക് സ്പിരിറ്റ് ബട്ട് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ സംസാരിക്കുന്നതും സ്പിരിറ്റിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് സ്പിരിറ്റ് കുടിക്കാൻ ഇഷ്ടമല്ലേ? നിങ്ങൾ ആൽക്കഹോളിക് സ്പിരിറ്റ് കുടിക്കരുത്. വേറൊരു സ്പിരിറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ഇത് ദൈവം തരുന്ന സ്പിരിറ്റ് ആണ്. ഇറ്റ് ഈസ് ദ പവർ സ്പിരിറ്റ്. ഇറ്റ് ഈസ് ദി അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് ദൈവം തരുന്ന സ്പിരിറ്റ് ആണ്. ഈ സ്പിരിറ്റിന്റെ പേരാ പരിശുദ്ധാത്മാവ്. ആദിമസഭയിൽ 120 പേർ ഈ സ്പിരിറ്റ് കുടിച്ചു കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സഭ ആൾക്കാർ വിളിച്ചു പറഞ്ഞു, ഇവർ മദ്യപിച്ച് ലെക്ക് കെട്ടു. എനിക്ക് തോന്നുന്നു പൗലോസിന്റെ കാല്, പത്രോസിന്റെ കാല്, യോഹന്നാന്റെ കാലൊക്കെ ആടുന്നുണ്ടായിരുന്നു. അവരുടെ സംസാരത്തിൽ വേറെ ഭാഷകൾ വന്നിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ ആത്മാവ് നിറഞ്ഞ് ലഹരി പിടിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളായിരിക്കും സ്ഥലത്തിരുന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം പറയാണ്, നീ ചോദിച്ചാൽ ഞാൻ നിനക്കിത് തരും. അതേ പ്രിയപ്പെട്ടവരെ,
ഏറ്റവും വലിയ ബൈബിളിലെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ഒരു കാര്യം കണ്ടു. യഹൂദജനം പൊള്ളയായ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തിയിട്ട് നിഴലിൽ സംതൃപ്തി കണ്ടെത്തുന്നു. പൊരുളായതിനെ നോക്കാതെ നിഴലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ധൂപം അർപ്പിക്കുന്നത് ഒരു നിഴലാണ്. ധൂപത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? വിശുദ്ധരുടെ വിശുദ്ധി നിറഞ്ഞ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന്റെ അടയാളമാണ് ധൂപം ഒരു അടയാളമാണ്, നിഴലാണത്. പൊരുളെന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയാണ്. പഴയ നിയമത്തിൽ നിഴലിൽ മാത്രം ജനങ്ങൾ തൃപ്തി അടഞ്ഞിട്ട് ദാഹം ശമിപ്പിക്കാത്തവരായി ആത്മീയമായി ഉണങ്ങി വരണ്ട് തിരിച്ചു പോകുന്ന യഹൂദ ജനത്തെ നോക്കിക്കൊണ്ട് ഹൃദയം പൊട്ടി യേശു ഒരു ഉയർന്ന സ്ഥലത്തു നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആചാര അനുഷ്ഠാനങ്ങൾ മാത്രം മുഴുകി ഉണങ്ങി വരണ്ടു പോകുന്നവരെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇംഗ്ലീഷ് ബൈബിളാണ് കറക്റ്റ്, നദികൾ ഒഴുകും. ഇത് എന്തിനെ പറ്റിയാണ് യേശു പറയുന്നതെന്ന് അറിയാമോ? 20 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നപ്പോൾ മോശ പാറ അടിച്ചു പിളർന്ന സമയത്ത് പാറ പിളർന്ന് നദി ഒഴുകി. നിങ്ങളൊന്ന് ചിന്തിക്കണം, കോട്ടയം ജില്ലയിൽ മാത്രം 4 ലക്ഷം പേരേ ഉള്ളൂ, ആലപ്പുഴ 3.5 ലക്ഷം പേരേ ഉള്ളൂ, എറണാകുളത്ത് 5 ലക്ഷം പേരേ ഉള്ളൂ. ഓർത്തോ, 20 ലക്ഷം പേർക്ക് കുടിക്കാൻ എങ്ങനെ വെള്ളം ഒഴുകണം? നമ്മൾ വിചാരിക്കുന്ന പോലെ പൈപ്പിന്നും ടാപ്പിന്നുമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, മരുഭൂമിയിൽ നദി ഒഴുകി. മോശ പാറപ്പുറത്ത് അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നദി തെക്കോട്ടൊഴുകി, ഒരു നദി വടക്കോട്ടൊഴുകി, ഒരു നദി കിഴക്കോട്ടൊഴുകി, ഒരു നദി പടിഞ്ഞാറോട്ടൊഴുകി. ഈ നദികളുടെ ഇരുഭാഗത്തും ഇരുന്ന് 20 ലക്ഷം വരുന്ന ജനങ്ങൾ ആർത്തിയോടെ പാത്രങ്ങളിൽ കോരി കുടിച്ചു. ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് യേശു പറയാണ്, വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്റെ അടുക്കൽ വരുവിൻ, ഞാനാണ് ആ പാറ. ഞാനാകുന്ന പാറ തകർക്കപ്പെടാൻ കുറച്ച് ദിവസം കൂടെയുള്ളൂ. എന്നെ കുരിശിൽ അടിച്ചു പൊട്ടിക്കും. മോശ പാറയെ തകർത്തതുപോലെ ഞാൻ കുരിശിൽ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടും. എന്റെ ഹൃദയം തകർക്കപ്പെടുമ്പോൾ രക്തവും വെള്ളവും ഒഴുകും. രക്തം നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന്, വെള്ളം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ്. വരുവിൻ, വന്ന് കുടിക്കുവിൻ, വന്ന് നിറയുവിൻ. Be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഞാൻ കണ്ടെത്തിയ ഏറ്റവും വലിയ സത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ. ഹല്ലേലൂയ. നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ. ബൈബിളിൽ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്ന് പരിശുദ്ധാത്മാവ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:1, ദാഹാർത്തരെ വരുവിൻ, ജലാശയത്തിലേക്ക് വന്ന് പാലും തേനും. പാല് നിങ്ങൾക്കറിയാം എന്തിനാ? കുഞ്ഞുങ്ങൾ കുടിക്കുന്ന. തേൻ നിങ്ങൾക്കറിയാം രോഗത്തിന്റെ ഔഷധമാണ്. യേശു പറയാണ്, എന്റെ കുഞ്ഞു വിശ്വാസികൾ മുതൽ രോഗത്താൽ തകർന്ന് തരിപ്പണമായ വിശ്വാസികൾ വരെ വന്നു കുടിക്കുവിൻ, പാലും തേനും സൗജന്യമായിട്ട് കുടിക്കുവിൻ. ദൈവം വാഗ്ദാനം തരുന്നു, പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനം. രണ്ടാമതായിട്ട് യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വലിയ സമ്മാനമാണ്. നമ്മൾ ഇത് സ്വീകരിക്കണം. നമുക്കൊരാൾ ഒരു സമ്മാനം തന്നാൽ നമ്മൾ അത് സ്വീകരിക്കാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? ഞാനൊരിക്കൽ ഒരു കഥ വായിച്ചത് ഓർക്കുന്നു. ഒരിക്കൽ ഈശോയെ പറ്റി പറഞ്ഞതിന് ശേഷം കാറ്റഗിസം ക്ലാസ്സിലെ സാറ് വിശ്വാസത്തെ പറ്റി പറഞ്ഞിട്ട് തൻ്റെ പോക്കറ്റിലിരുന്ന വില കൂടിയ പാർക്കർ പേന എടുത്ത് കാണിച്ചിട്ട് 5-ാം ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു, ഇത് 1000 രൂപ വിലയുള്ള പേനയാണ്, ആര് മുന്നോട്ട് വന്നാലും ഇത് ഞാൻ സൗജന്യമായിട്ട് തരാം. കുട്ടികളെല്ലാം പറഞ്ഞു, ഹയ്യടാ 1000 രൂപ വിലയുള്ള പേന സാറ് തരാൻ പോവുക. ആരും അനങ്ങിയില്ല, അവിടെ തന്നെ എല്ലാവരും ഇരുന്നു. പക്ഷേ 3-ാമത്തെ നിരയിലിരുന്ന ഒരു കുട്ടി, തോമസ് കുട്ടി സാറ് പറഞ്ഞത് വിശ്വസിച്ചു. അവൻ ആ 3-ാമത്തെ നിരയിൽ നിന്നും പതുക്കെ എഴുന്നേറ്റ് മുന്നോട്ട് ചെന്നു. കുട്ടികൾ പലരും പറഞ്ഞു, മണ്ടൻ മണ്ടൻ മണ്ടൻ, ഇരിയടാ അവിടെ. അവൻ പറഞ്ഞു, ഇല്ല, മണ്ടനാകത്തില്ല, സാറ് കള്ളം പറയത്തില്ല, സാറിന്റെ സമ്മാനം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ചെല്ലും. അവൻ ചെന്ന് കൈനീട്ടി. സാറ് തന്റെ പോക്കറ്റിലിരുന്ന 1000 രൂപ വിലയുള്ള പാർക്കർ പെൻ അമേരിക്കയിലെ ബന്ധു കൊണ്ടുവന്ന് കൊടുത്തത് അവന് കൊടുത്തിട്ട് പറഞ്ഞു, കൈകളടിക്കുക. കുട്ടികൾ കൈയടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് വിശ്വാസം, ഇതാണ് ദൈവം തരുന്ന സമ്മാനം, വിശ്വാസത്താൽ സ്വീകരിക്കുന്നത്. ഹെബ്രായ ലേഖനത്തിന്റെ 11:6 പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്നും ഉറച്ചു വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. There is a reward for those who seek God. ദൈവത്തെ സീക്ക് ചെയ്യുന്നവർക്ക്, തേടുന്നവർക്ക് റിവാർഡ്, സമ്മാനം തരുമെന്ന് ഹെബ്രായർ 11:6 പറയുന്നു. ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഹെബ്രായ ലേഖനത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഒരിക്കലും ഒരു ഭിക്ഷക്കാരൻ ഒരു വലിയ മുതലാളിയുടെ അടുത്ത് എന്നിട്ട് കൈനീട്ടിട്ട് പറഞ്ഞു, സാർ എന്തെങ്കിലും തരണമേ. മുതലാളി പെട്ടെന്ന് 2000 രൂപയെടുത്ത് ഇവന്റെ കയ്യിലോട്ട് കൊടുത്തു.
ഭിക്ഷക്കാരൻ കണ്ണു തള്ളിപ്പോയി. കാരണം 10 രൂപയിൽ കൂടുതൽ ഇന്നുവരെ തനിക്ക് ആരും കൊടുത്തിട്ടില്ല. 2000 രൂപ എടുത്തിട്ട് കൊടുത്തു പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. കുറച്ചു നേരം കൊടുത്തപ്പോൾ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. ഈ 2000 രൂപയുടെ നോട്ടും പിടിച്ച് ഭിക്ഷക്കാരൻ പുറത്തോക്ക് ഇറങ്ങിയിട്ട് എല്ലാവരോടും പറഞ്ഞു, ഞാൻ ചോദിച്ചത് കൊണ്ടാ മുതലാളി തന്നത്, ഞാൻ ചോദിച്ചത് കൊണ്ടാ മുതലാളി തന്നത്, ഞാൻ ചോദിച്ചത് കൊണ്ടാ മുതലാളി തന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ചോദിച്ചത് കൊണ്ടാണോ മുതലാളി കൊടുത്തത്? ആണോ? അവൻ ഈ 2000 രൂപ മുതലാളി കൊടുത്തത് മുതലാളി നല്ലവനായതുകൊണ്ടാണോ അവൻ ചോദിച്ചത് കൊണ്ടാണോ? ഇവൻ എത്രയോ പേരോട് ചോദിച്ചിരിക്കുന്നു, അവന് കിട്ടിയത് 10 രൂപയാണ്. പക്ഷെ ഈ മുതലാളിയോട് ചോദിച്ചപ്പോ 2000 രൂപ കിട്ടി. അപ്പൊ ഇവന് 2000 രൂപ കിട്ടിയത് അവൻ ചോദിച്ചത് കൊണ്ടാണോ മുതലാളി നല്ലവനായതുകൊണ്ടാണോ? ഏതാണ് ഇതിന്റെ ഉത്തരം? സത്യം ഞാൻ പറയട്ടെ, മുതലാളി നല്ലവനായതുകൊണ്ടാണ് അവന് 2000 രൂപ കിട്ടിയത്. മുതലാളി നല്ലവനല്ലായിരുന്നെങ്കിൽ അവന് 10 രൂപ കിട്ടത്തുള്ളായിരുന്നു. പക്ഷെ ഇതിനൊരു മറുവശം കൂടെ ഉണ്ട്. അവൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നോ? ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. മുതലാളി നല്ലവനായതുകൊണ്ടാണ് അവന് 2000 രൂപ കിട്ടിയത്. പക്ഷെ അവൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ അവന് കിട്ടത്തുമില്ലായിരുന്നു. ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. ദൈവം നല്ലവനായതുകൊണ്ട് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നു. എന്നാൽ നമ്മളത് ചോദിക്കാതിരുന്നാൽ നമുക്കത് കിട്ടത്തുമില്ല. നാം ചോദിച്ചാലേ നമുക്കത് കിട്ടൂ. എന്നാൽ ചോദിച്ചത് കൊണ്ടല്ല കിട്ടുന്നത്, ദൈവം നല്ലവനായതുകൊണ്ടാണ് ദൈവം നമുക്ക് തരുന്നത്. ദൈവത്തിന്റെ ഈ സമ്മാനം നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം എന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇന്ന് രാത്രി ടെലിവിഷനിൽ ഒരു അറിയിപ്പ് വരികയാണ്, ഏഷ്യാനെറ്റ് ന്യൂസിൽ. നാളെ രാവിലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ റേഷൻ കാർഡുമായിട്ട് വന്ന് ക്യൂ നിൽക്കുന്ന ആദ്യത്തെ 500 പേർക്ക് ഗവൺമെന്റ് 10 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് തരാൻ പോകുന്നു. നാളെ റേഷൻ കാർഡുമായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വന്ന് ക്യൂ നിൽക്കുന്ന 500 പേർക്ക് 10 ലക്ഷം രൂപ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നു എന്ന് ടെലിവിഷനിൽ ഒരു അറിയിപ്പുണ്ടായാൽ നമ്മൾ കാണാൻ പോകുന്നത് എന്തായിരിക്കും? ഈ വാർത്തയുടെ പകുതിക്ക് വെച്ച് തന്നെ ഉടുത്ത മുണ്ടോടുകൂടി, ഉടുത്ത ഷർട്ടോടുകൂടി, ഷർട്ട് ഇല്ലെങ്കിൽ എന്ത്, മുണ്ട് ശരിക്കും ഉടുത്തില്ലെങ്കിൽ എന്ത്, തോർത്തെടുത്ത് തലയിലിട്ടാലത് ഓട്ടമാണ്. നിങ്ങൾ വിചാരിക്കും ഇന്ന് പാതിരാത്രി 1 മണിക്കെങ്കിലും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയി ക്യൂ നിന്നാലേ ആദ്യത്തെ വരിൽ വരാൻ പറ്റൂ. നിങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ കാണുന്നു, അവിടെ ഓൾറെഡി ഒരു 2 മൈൽ ദൂരത്തിൽ ആളുകൾ റേഷൻ കാർഡ് വാട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ചോദിച്ചു എപ്പോൾ എത്തി? ഞങ്ങൾ രാത്രി ആഹാരം പോലും കഴിക്കാതെ വാർത്ത